വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റായി. സൗഖ്യം ആരോഗ്യ പദ്ധതി, വനിതാ ജിം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിങ്ങനെ അനേകം വികസന നയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷമീർ തുകലിൽ അവതരിപ്പിച്ചു. വൈദ്യുത ശ്മശാനം, ബഡ് സ്കൂൾ എന്നിവയ്ക്കും ബജറ്റ് പ്രാധാന്യം നൽകുന്നു. സമഗ്ര വികസനം ലക്ഷ്യമാക്കി വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റായി. വൈസ് പ്രസിഡന്റ് ഷമീർ തുകലിൽ ബജറ്റ് അവതരിപ്പിച്ചു. 2025 ഡിസംബർ മാസം അധികാരമേറ്റ ഈ ഭരണസമിതി പ്രാഥമിക ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ അടിസ്ഥാന ശിലയായ ഗ്രാമസഭയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും 2026-27 സാമ്പത്തിക വർഷ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഴക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തിലെ ബഡ്ജറ്റ് നിങ്ങൾക്ക് അംഗീകാരത്തിനായി ഞാൻ അവതരിപ്പിക്കുകയാണ്. പ്രാരംഭ ബാക്കി 3,10,75,540 രൂപയും 2026-27 പ്രതീക്ഷിത വരവ് 43,95,10,404 രൂപയും ഉൾപ്പെടെ ആകെ വരവ് 47,30,37,944 രൂപ ചെലവും ബാക്കി 2,46,535 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ഈ മികച്ച ബഡ്ജറ്റാണ് ഈ ഭരണസമിതി അവതരിപ്പിക്കുന്നത്. 2026 വാർഷിക പദ്ധതി അംഗീകാരം നേടുന്നതിനും ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയത് എന്നതിനാൽ വളരെ വിശദമായ പ്ലാൻ ബഡ്ജറ്റ് ചെലവുകൾ വാർഷിക പദ്ധതി അംഗീകരിക്കാനും ശേഷം മാത്രമേ ലഭ്യമാകുള്ള ഈ ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ചർച്ചയ്ക്കും അംഗീകാരത്തിനും പഞ്ചായത്ത് ഭരണസമിതി സമന്വയം സമർപ്പിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാരദ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, ബ്ലോക്ക് മെമ്പർമാരായ ഷാജിദ നൌഷാദ്, ഹസീന, കൗലത്ത് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA മുക്താർ, സെക്രട്ടറി ഗോപകുമാർ, വിവിധ വാർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബജറ്റാണ് ഇന്ന് സമർപ്പിച്ചത്. ജനകീയ ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായി ഗ്രാമസഭകളിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെ ക്രോഡീകരിച്ചാണ് ഈ ബഡ്ജറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിനെ ഒരു സ്മാർട്ട് പഞ്ചായത്താക്കി മാറ്റിയെടുക്കുന്നതാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൻ്റെ പ്രധാന ലക്ഷ്യം. 15ാം പഞ്ചവത്സര പദ്ധതിയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. സർക്കാർ നിർദ്ദേശങ്ങളും പദ്ധതികളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം വരുമാന മാർഗങ്ങളും ശക്തിപ്പെടുത്തി സ്വയം പര്യാപ്തതയിലേക്ക് പഞ്ചായത്ത് മുന്നേറണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പുതിയതായി പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ സൗഖ്യം ആരോഗ്യ പദ്ധതി, വനിതാ ജിം അതായത് ജിം, മാലിന്യ നിർമ്മാർജ്ജനം, ഭവന പദ്ധതി, കളിസ്ഥലം, സ്മാർട്ട് അംഗനവാടികൾ, അതുപോലെ വൈദ്യുത ശ്മശാനം, ബഡ് സ്കൂൾ, ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും വൃദ്ധന്മാർക്കുമുള്ള സഹായ ഉപകരണങ്ങൾ. സൗഖ്യം ആരോഗ്യ പദ്ധതി, വനിതാ ജിം, മാലിന്യ നിർമ്മാർജ്ജനം, ഭവന പദ്ധതി, കളിസ്ഥലം, സ്മാർട്ട് അങ്കണവാടികൾ, ഭിന്നശേഷിക്കാർക്കും വൃദ്ധർക്കും സഹായ ഉപകരണങ്ങൾ, വൈദ്യുത ശ്മശാനം, ബഡ് സ്കൂൾ എന്നിങ്ങനെ അനേകം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബജറ്റാണിത്. 47,05,37,944 രൂപയാണ് വരവ് പ്രതീക്ഷിക്കുന്നത്. ആകെ ചെലവ് 44,58,82,909 രൂപയാണ്. 2,46,55,035 രൂപ നീക്കി ബാക്കി ഉണ്ടാകും. പട്ടികജാതി വികസനത്തിനായി 75,04,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ഉറപ്പാക്കാൻ 2,25,54,003 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സേവന മേഖലയിൽ മാത്രമായി 49,59,088 രൂപ ചെലവഴിക്കും. വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് ഈ കൊല്ലത്തെ ബഡ്ജറ്റിൽ ആകെ വരവ് 47,37,37,944 രൂപ. ആകെ ചെലവ് 44,58,82,909. നീക്കിയിരിപ്പ് ബാക്കി 2,46,55,035. നമ്മൾ വാഴക്കുളം പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് സമഗ്ര വികസനത്തിന് വേണ്ടിയും അതുപോലെ പുതുതായി നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ
പറ്റിയുള്ള ബഡ്ജറ്റ്? സൗഖ്യം ആരോഗ്യ പദ്ധതി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും തുടർ ദിവസങ്ങളിൽ മാസത്തിൽ ഒരു ദിവസം ഡോക്ടർ സേവനം ഒരു വാർഡിൽ രാവിലെ ഒരു വൈകിട്ട് വരെയും ഒരു പദ്ധതി പുതിയതായിട്ട് നമ്മൾ ആരംഭിച്ചാണ് സൗഖ്യം ആരോഗ്യ പദ്ധതി വാഴക്കുളം പഞ്ചായത്ത്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ ഇലക്ട്രിക്കൽ ശ്മശാനമില്ല. അപ്പോൾ അതിന് തുടങ്ങാനുള്ള സ്ഥലം ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ബഡ്ജറ്റ് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ബഡ് സ്കൂള് നമ്മുടെ പഞ്ചായത്തിൽ ഇല്ലാത്തൊരു സ്ഥാപനം. ഇവിടുത്തെ കുട്ടികൾ ഭിന്നശേഷി കുട്ടികൾ തൊട്ടടുത്ത പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയിൽ പോയി അവർ പഠിക്കണം. അവർക്ക് വേണ്ടി ബഡ് സ്കൂൾ തുടങ്ങാനുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള പദ്ധതി മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടി തുടങ്ങാനുള്ള അതിനുള്ള ഫണ്ടും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ സമസ്ത മേഖലയിലും കാർഷിക മേഖലയിലും എല്ലാത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വാഴക്കുളം പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.